ഞാൻ ഇവിടെ എറണാകുളത്ത് എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആദ്യം മീറ്റ് ചെയ്ത ആൾക്കാരെല്ലാം ഒരു 32 വയസ്സ് താഴെയുള്ള 25 വയസ്സിന് മേലെയുള്ള എംപ്ലോയിഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനാണ്, ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ, ഇവർ ചെറുപ്പക്കാരാണ്, കമ്മ്യൂണിക്കേഷൻ ഈസി ആയിരിക്കും, വലിയ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞെട്ടിപ്പോയതെന്ന് വെച്ചാൽ ഇവരിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെ കാര്യമല്ല, 90% ആൾക്കാരിലും എൻഡ് ഓഫ് മന്ത് ഒന്നും ഉണ്ടാവില്ല, 10 രൂപ പോലും എടുക്കാണ്ടാവില്ല. അതിൽ തന്നെ ഈ ക്രെഡിറ്റ് കാർഡിന്റെയും EMIസിന്റെയും ലൂപ്പിൽ കിടന്ന് ഊപാടും പതപ്പാടും വരുന്നത് ബോയ്സിനാണ് കേട്ടോ. അപ്പോൾ ഗേൾസിന്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ അവർ ആ ലൂപ്പിൽ കിടന്ന് നട്ടതിരുന്നില്ല, അതെല്ലാം ബോയ്സ് തന്നെയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചത് ഇതെന്താ ബോയ്സിന് മാത്രം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ? എല്ലാം സെയിം തന്നെയല്ലേ, ഇവിടെ ഫുഡ് എല്ലാം സെയിം തന്നെയാണല്ലോ. പിന്നെ ഇവിടെ നിന്നിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ബേസ്ഡ് ഓൺ റിലേഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു പയ്യൻ ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഇൻഫോ പാർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയും ഒരു ജോലിക്ക് വേണ്ടി എറണാകുളത്ത് വരുമ്പോൾ അവൻ ഫസ്റ്റ് സെറ്റ് ആവുന്നത് റൂമോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന നല്ല സ്ഥലമൊന്നുമല്ല, ഏതെങ്കിലും ഒരു കൊച്ചിനായിരിക്കും. ഈ കൊച്ചെന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതോ അവൻ്റെ സീനിയറോ അതൊക്കെ ആയിരിക്കാം. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇവൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകണം, ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോകണം, മുടി സ്ട്രൈറ്റ് ചെയ്യാൻ കൊണ്ടുപോകണം. അങ്ങനെ മൊത്തത്തിൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ക്രെഡിറ്റ് കാർഡ് 2 എണ്ണവും 3 എണ്ണവും 5 എണ്ണവും 20 EMIs ഉള്ള ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളുടെ ഒരു 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ബോയ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ്. നമ്മൾ സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് നമ്മുടെ ഭാവി തീരുമാനിക്കാനും പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. അവിടെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വള്ളിനെ പിടിച്ച് നമ്മൾ സെറ്റാക്കി പിന്നെ അവരെ കൂടെ നടന്ന് പിന്നെ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല, ഇവിടുത്തെ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കണ്ട നാട്ടിൽ പോയി അവിടെ നിന്ന് ഇറങ്ങിച്ച് അന്നല്ല. സോ ഇവിടെ എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ഫ്രീഡം ഉണ്ട്, എന്തെങ്കിലും കുഞ്ഞ് സ്റ്റാർട്ടപ്പ് ചെയ്യാം, ജോലി ചെയ്യാനുള്ള എല്ലാ സൗകര്യമുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യലി ഒന്ന് സെറ്റായതിനു ശേഷം നിങ്ങളുടെ അതേ വൈബിലുള്ള ഒരു റിലേഷനിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകും. വളരെ അടിപൊളിയായിരിക്കും, നിങ്ങൾ ഫിനാൻഷ്യലി സെറ്റ് ആയിരിക്കും, മെന്റലി ഓക്കെ ആയിരിക്കും. അതല്ലാതെ 10 EMIയും 20 ക്രെഡിറ്റ് കാർഡ്സും വെച്ച് നടക്കുകയാണെങ്കിൽ പഠിച്ച തമ്പുരാനെ പോലും നിങ്ങളെ സേവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു.